സോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവ് എന്ന്. വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് സ്വാതന്ത്ര്യത്തിൻ്റെ തലേ ദിവസം ഓഗസ്റ്റ് 14 രാത്രിയിൽ സബർമതി ആശ്രമത്തിലിരുന്നിട്ട് വരാനിരിക്കുന്ന ഇന്ത്യ എങ്ങനെയാവണമെന്ന് ഗാന്ധിജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏകദേശം ഈ പഞ്ചവത്സര പദ്ധതികൾക്കൊക്കെ തുടക്കമാകാവുന്ന കാർഷിക മുന്നേറ്റങ്ങളുടെയും മനുഷ്യൻ എന്ന നിലക്ക് ഗ്രാമങ്ങളിൽ പാർക്കുന്നവരുടെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയത്തെയും ഒക്കെ ഗാന്ധിജി വിശദീകരിക്കുന്നുണ്ട്. രാവിലെ ഡൽഹിയിൽ വെച്ച് കാണാമെന്ന കരാറോടുകൂടിയാണ് നെഹ്റു പോകുന്നത്. പക്ഷെ ഗാന്ധിജിക്ക് ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായി നാം ആദരിക്കുന്ന മനുഷ്യൻ പക്ഷേ ഇന്ത്യയുടെ പതാക ആകാശത്തേക്ക് ഉയരുന്ന ദിവസം ഡൽഹിയിലുണ്ടായില്ല. അദ്ദേഹം നവകാലിയിലായിരുന്നു. കുട്ടികൾക്കറിയാം. അറിയില്ലെങ്കിൽ കുട്ടികളെല്ലാവരും പഠിക്കേണ്ടത് ഗാന്ധിജിയെക്കുറിച്ചാണെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. പക്ഷെ ഗാന്ധിജി ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട് നെഹ്റുവിന്. എന്നിട്ട് പറയുന്നു, ഇന്നലെ പറയാൻ വിട്ടുപോയ വാക്കുകളാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അക്ഷരങ്ങളുടെ ഒരു ജ്ഞാനം മാത്രമല്ല, അത് ആത്മാവറിയുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. അക്ഷരങ്ങൾ മാത്രമല്ല. ഇപ്പോൾ H2O എന്ന് കെമിസ്ട്രിയിൽ പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളമാകുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ 2 ഹൈഡ്രജനും 1 ഓക്സിജനും മാത്രമല്ല വെള്ളം ദാഹമാണ്. വെള്ളം ഈ ഭൂമിയുടെ നിലനിൽപ്പാണ്. ദാഹിക്കുന്നവൻ്റെ ദാഹമാണ് തിരിച്ചറിയാതെ H2O ആണ് വെള്ളമെന്ന് പഠിച്ചതുകൊണ്ട് കാര്യമില്ലെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഈ ഇടക്ക് യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു ചിത്രമുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ്, ആ ചെറുപ്പക്കാരന് അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മ ബെഡ് റിഡനാണ്. അങ്ങനെ അമ്മയെ ഒന്ന് തുടച്ചു കൊടുത്ത് മുഖത്തൊരു പൗഡർ ഇട്ട് അമ്മയെ പതുക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു കൊട്ടയിൽ വെക്കും. എന്നിട്ട് ആ കൊട്ട ചുമന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ഒരു നടത്തമുണ്ട്. വരമ്പുകൾക്കിടയിലൂടെ സൂക്ഷിച്ച്, ചെറിയ പാലങ്ങളിൽ ജാഗ്രതയോടെ അങ്ങനെ പോയിട്ട് പണിസ്ഥലത്തെത്തി ഒരു തുണി മുകളിൽ ഇങ്ങനെ കെട്ടി അമ്മയെ താഴെ കിടത്തി അവൻ്റെ ജോലിയൊക്കെ നിർവഹിച്ച് തിരിച്ചു പോകുമ്പോൾ അമ്മനെയും കൂട്ടി പോകുന്നുണ്ട്. ഇത് അതിശയത്തോടെ ഒപ്പിയെടുത്ത ക്യാമറയുടെ പിറകിൽ നിൽക്കുന്ന മനുഷ്യൻ ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ഈ അമ്മനെ എങ്ങനെ കൊണ്ടുനടക്കണത്? വീട്ടിലിരുത്തിയ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറയേണ്ട ഒരു കാര്യമുണ്ട്, അമ്മക്ക് ഇമയനക്കാനല്ലാതെ മറ്റൊന്നിനാവില്ല. പൂർണ്ണ ബെഡ്രിഡനാണ്. ഞാനിവിടെ വന്ന് ജോലി എടുത്താൽ അമ്മ എന്താ ചെയ്യുന്നുണ്ടാവുക? അമ്മ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? എൻ്റെ ആദി കൊണ്ട് എനിക്ക് പണിയെടുക്കാനാവില്ല. എൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് അമ്മ ഉള്ളപ്പോൾ എനിക്കത് പ്രയാസമില്ല. ഈ യൂട്യൂബർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്നാണ്. അയാൾ എവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര ഉയരങ്ങളിലെത്തിയാലും, പഠിച്ച് അങ്ങ് എവിടെ എത്തിയാലും മറക്കാതെ പോകേണ്ടുന്ന ചില മൂല്യങ്ങളുണ്ടെന്ന് ആ മനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നാണ്. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഇബ്രാഹിമിനൊക്കെ അറിയാം, ഒരു പദ്ധതി വെച്ചു. അമ്മക്കൊരു ഉമ്മ എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. അപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളോട് സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടക്കാണ് ചോദിക്കുക, ഇന്ന് അമ്മയെ ഉമ്മ വെച്ചവരാരൊക്കെയെന്ന് ചോദിക്കും. ആദ്യം കുറച്ച് പേര് ഇന്ന് അമ്മയെ ഉമ്മ വെച്ചവരാരൊക്കെയാ? ഒരാൾ കൈവന്തിക്കണം, ഒറ്റ ഒരാളാണ്. പള്ളിക്കുന്ന് മണ്ഡലത്തില. ഇന്ന് അമ്മയെ ഉമ്മ വെച്ചിറങ്ങിയ ആളുകൾ എത്രയാ? കൈവന്തിക്കോ? അമ്മ ചിലരിപ്പം എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട്, ഇത്തമ്മ എന്നാ വിളിക്കുക. ടി വിക്ക് അറിയാം, ടി വിയെ എവിടുന്ന് കണ്ടാലും ഉമ്മ സ്നേഹത്തോടെ വിളിക്കും. ഞാൻ വലിയ ആളല്ലേ, പക്ഷേ
നമ്മളുടെ അമ്മ എപ്പോഴും നമ്മളുടെ മുകളിലായിരിക്കും, എത്ര പ്രായം ഉണ്ടായാലും. ഞാൻ എൻ്റെ വല്യമ്മനെ ഉമ്മക്കുമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എവിടെന്നെങ്കിലും പോയിട്ട് വരുമ്പോൾ വല്യമ്മ അകത്ത് പോയിട്ട് അത്രയൊക്കെ തേക്കും അത്രേ. ഞാൻ പുറത്തുനിന്ന് വരുന്നല്ലേ, ഇനി മണം മോശമായിട്ട് അടുത്ത പ്രാവശ്യം ഉമ്മ കിട്ടാതിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് വല്യമ്മ അത് ചെയ്യണതെന്നാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറുണ്ട്. മാതാവും പിതാവും ഗുരുവൊക്കെ ദൈവസമാനമാണ് എന്നല്ല അതിനർത്ഥം. എന്നാ മാതാവ് പിതാവിനെ കാണിച്ചു തരും, പിതാവ് മാതാവും ചേർന്ന് ഗുരുവിനെ കാണിച്ചു തരും, മാതാവും പിതാവും ഗുരുവും ചേർന്ന് നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരുമെന്നാണ്. ഇത് ജീവിതത്തിലെ ഏറ്റവും സമ്മോഹനമായ അടയാളപ്പെടുത്തലുകളാണ്. അതിനെ മാറ്റിവെച്ചിട്ടല്ല ഒരു വിദ്യാഭ്യാസവും പുഷ്കലമാവേണ്ടത്. ഒരു വിദ്യാഭ്യാസവും അങ്ങനെയല്ല ആരംഭിക്കേണ്ടത്. അമ്മെന്ന് പറയണത്, ഞാനിപ്പോൾ ബഡ്സ് സ്കൂളിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്കറിയാം ഒരു കുട്ടിയെ, 4 മക്കളുള്ള ഒരമ്മക്ക് ഇങ്ങനൊരു കുട്ടിയുണ്ട്. ആ 3 മക്കളും, ബാക്കിയുള്ള 3 മക്കളും പക്ഷേ അനാഥരാണ്. എന്തെന്നാൽ ഈ അമ്മക്ക് ഈ കുഞ്ഞിനെ നോക്കാനേ നേരം ഉണ്ടാവൂ. അമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങളും സന്തോഷങ്ങളാണ് അമ്മ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ജീവിതം എന്ന് പറയണതിൽ അതിൻ്റെ ഗന്ധമറിയാതെ, അതിൻ്റെ ഉൾക്കാമ്പറിയാത്ത ഒരു എഡ്യൂക്കേഷനും, ഒരു പുരോഗതിയും, ഒരു നേട്ടവും ഈ നാടിനോ നിങ്ങൾക്കോ ഗുണം ചെയ്യില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഉയരങ്ങളിലേക്ക് പഠിച്ചു പോകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു 80% മോർ കുട്ടികളുടെയും ഒരു നല്ല വിചാരമാണ്. പക്ഷെ സങ്കടമുള്ള കുറേ കാര്യമുണ്ട്. ഇവിടെ പഠിച്ചു വന്ന് മിടുക്കരായി നിൽക്കുന്ന ആളുകളില്ലേ, അങ്ങനെ അവസരങ്ങളില്ലാതെ പോകുന്നവർ എത്രയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വയനാട്ടിലെ ആദിവാസി സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും. എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒരുപാടുണ്ട് അവർ. കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രോപ്പ് ഹൗസ് അവരാണ്. ഇടയിൽ പിരിഞ്ഞു പോകുന്നത് അവരാണ്. അവരാരാണ്? അവരുടെ ഈ കുട്ടികൾ എങ്ങനെയാണ് കൊഴിഞ്ഞു പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ മാത്രം പഠിക്കുക, നമ്മൾ മാത്രം ജീവിക്കുക, നമ്മൾ മാത്രം സൗകര്യങ്ങളിൽ അഭിരമിക്കുക, ഇത് മാനുഷികതയുമല്ല, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ അകക്കാമ്പുമല്ല. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയണത് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. അനാട്ടമിയും ഫിസിയോളജിയൊക്കെ പഠിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഇതൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, അതിനേക്കാൾ വലിയ ഉൾക്കാമ്പുണ്ട്. ഇപ്പോൾ കത്തി നമ്മൾ എന്തിനാ നിങ്ങൾക്കറിയാം? മനുഷ്യന്റെ ശരീരം ലാബിൽ വെച്ച് കീറി മുറിക്കണത് കത്തി തന്നെയാണ്. തെരുവിൽ വെച്ച് മനുഷ്യന്റെ പള്ളക്കും കയറ്റണത് മനുഷ്യൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ ആറ്റത്തിന്റെ വിഭജനമാണ് ആധുനിക ലോകത്തിൽ അന്നും ഇന്നും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ ആറ്റത്തിന്റെ വിഭജനമാണ് ഹിരോഷിമയിലെ തലമുറകൾ മാറാത്ത ദുരന്തം ഉണ്ടാക്കിയത്. 2 എൻറ്റിറ്റി ഉണ്ട്. പഠിക്കുക എന്നത് മാത്രമല്ല, നല്ലത് പഠിക്കുക എന്നത്, അങ്ങനെ ജീവിക്കുക എന്നത് ഗാന്ധിജിയുടെ സ്വപ്നം അതായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ ദിവസവും ഒരു ഇബാദത്ത് ചെയ്യുന്നത് പോലെ രക്ഷിതാക്കളോട് ഞാൻ പറയണു, നിങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒരു ആരാധന പോലെ. ആസുരമായിട്ടുള്ള ഒരു ഇന്ത്യയിൽ അത് അനിവാര്യമാണ്. അതില്ലാതായി പോകുമ്പോഴാണ് നമുക്കെല്ലാം നഷ്ടമായി പോണത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ധാരണയും കാഴ്ചപ്പാടുകളും ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ഇല്ലാതെ ആവുന്നത്. അങ്ങനെ ആവരുത്. ഞാൻ സ്നേഹപൂർവ്വം ജയിച്ചു വന്ന കുട്ടികളോട് പറയട്ടെ, ഉയരങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെയും എന്തിനായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കുറേ ആളുകളിരുന്ന് MLA നേതൃത്വം വഹിച്ച് നിങ്ങളെ ആദരിച്ചത് എന്ന് എപ്പോഴും നിങ്ങൾ ഓർക്കണം. അവർക്ക് എന്ത് കാര്യമാണ്? നിങ്ങളിൽ സമൂഹത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. ഒരു കുട്ടി ജയിക്കുമ്പോൾ ആ നാട്ടിൽ മത്സരിച്ച ജനപ്രതിനിധിയേക്കാൾ വലിയ ബോർഡ് ആ നാട്ടിലെ നാട്ടുകാരെല്ലാം കൂടി വെക്കും. അവൻ എന്ത് കാര്യമുണ്ട്? നിങ്ങൾ വേറെ ഒരു അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്, എന്നിട്ടും നാട്ടുകാർക്കും നിങ്ങൾ മക്കളാണ്. ആ പ്രതീക്ഷ ഈ നാട്ടിൽ
നിങ്ങൾ പുലർത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോഴും ലഭിക്കാത്ത കുറേ പേർ, ഒരുപക്ഷെ ഞാനിത് പറയുന്നത് ബഡ്സ് സ്കൂളിൻ്റെ പരിപാടി കഴിഞ്ഞ് വരുന്ന ഹാങ് ഓവറിലാവാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആലോചിക്കണം. ഞാൻ എപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. വീണ്ടും ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ്. ഗാന്ധിജി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹജ്ജത്തുൽ വിദാഇൽ അവസാനത്തെ പ്രസംഗത്തിൽ. എൻ്റെ ജീവിതമാണ് ഖുർആൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാതൃക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയണമെങ്കിൽ അപാരമായ മനസ്സാന്നിധ്യമുള്ള ആളുകൾക്കേ കഴിയൂ. കാരണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, രക്ഷിതാക്കളോട് ഞാൻ പറയണത്, നമ്മളൊക്കെ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനും രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അല്ലാതെ എന്തെങ്കിലും ആദിയോ അധികം സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ മക്കളെ എന്നെ പോലെ ആക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറില്ല. എൻ്റെ മക്കൾ നന്നാവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കാരണം ഞാൻ അത്ര നന്നായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ധൈര്യം ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആവണമെന്ന് പറയാൻ ധൈര്യമില്ലാത്ത കാലത്താണ് ഞാൻ എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറയാൻ ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടായത്. അങ്ങനെ ആവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വലിയ വിദ്യാഭ്യാസ രംഗത്ത് സൗത്ത് ആഫ്രിക്കയിലെ ബാരിസ്റ്ററായിരുന്നു ഗാന്ധിജി. ബാരിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം അഡ്വക്കേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനേക്കാളും അന്നത്തെ വലിയ പദവിയിൽ നന്നായിട്ട് സമ്പാദിക്കുന്ന മനുഷ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. കപ്പലിലാണ് വരുന്നത്, ഇന്ത്യ ക്ഷണിച്ചിട്ട് വരികയാണ്. അന്നത്തെ ഗാന്ധിജിയുടെ ഒരു കോലുണ്ട്, നല്ല ടൈയും കോട്ടും സ്യൂട്ടൊക്കെ ആയിട്ട് വന്നിറങ്ങുന്ന ആ മനുഷ്യൻ അവസാനം 2 തുണി ദേഹത്ത് ചുറ്റിയാണ് ഈ നാട്ടിൽ മരിച്ചു വീഴുന്നത്. കാരണം ഈ നാട്ടിലെ മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രാജ്യമായിരുന്നു. അത് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുതാപരമായിട്ടുള്ള തിരിച്ചുവരവുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നല്ല മക്കളായി വളരുക, നിങ്ങളുടെ വിദ്യാഭ്യാസം അതിനുതകുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ അവസരമൊരുക്കിയ സംഘാടകർക്കും വിശേഷ MLA അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.